എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്ലെക്സി പവർ ബാങ്ക് ഇത് നിങ്ങൾക്ക് നൽകും 72 മണിക്കൂർ ചാർജിംഗ് എക്സ്പീരിയൻസ്. CPIM സംസ്ഥാന സമ്മേളനത്തിൽ ആഞ്ഞടിച്ച് പിണറായി വിജയൻ. അഴിമതിക്കേസിൽ കുടുക്കിയവർ കൊലക്കേസിലും കുടുക്കാൻ ശ്രമിക്കുന്നു. വിജയനെ തകർക്കാൻ വിജയന് മാത്രമേ കഴിയൂ. VSന്റെ കത്ത് PB പരിശോധിക്കുമെന്ന് കോടിയേരി. VSനെതിരെ പതിവ് വിമർശനങ്ങളുമായി CPIM സംസ്ഥാന സമ്മേളന റിപ്പോർട്ട്. കൊലക്കേസ് പ്രതി നിസാമിനെ രക്ഷിക്കാനുള്ള പോലീസ് നീക്കം വെളിപ്പെടുത്തിയ മുൻ കമ്മീഷണർ. കേസിൽ പഴുതുകൾ ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥർ നിസാമിൽ നിന്ന് കൈക്കൂലി ചോദിച്ചു വാങ്ങി. കോഴ വാങ്ങിയവരുടെ പേരുകൾ നിസാം തന്നെ പറഞ്ഞു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകും. ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ ജിതൻ റാം മഞ്ചി രാജിവെച്ചു. സ്പീക്കർക്ക് വിമർശനം. BJPയുടെ കുതിര കച്ചവടം പൊളിഞ്ഞെന്ന് JDU. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ഒരു കമ്പനിയും ടെൻഡർ നൽകിയില്ല. സമയപരിധി 1 മാസം കൂടി നീട്ടി. ഞെട്ടിച്ചുവെന്ന് K ബാബു. അട്ടിമറിയുണ്ടോ എന്ന് പരിശോധിക്കും. മുല്ലപ്പെരിയാർ വിധിയിൽ വ്യക്തത തേടിയുള്ള കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ഗുജറാത്ത് തീരത്ത് പാക് ബോട്ട് കത്തുന്നതിന്റെ പുതിയ ദൃശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. കത്തിച്ചത് യാത്രികർ തന്നെയെന്ന് തെളിവെന്ന് കേന്ദ്രം. CPIM സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരണത്തിനിടയിൽ VSനെതിരെ ആഞ്ഞടിച്ച് പിണറായി വിജയൻ. അഴിമതിക്കേസിൽ കുടുക്കിയവർ കൊലക്കേസിലും കുടുക്കാൻ ശ്രമിക്കുകയാണ്. വിജയനെ തകർക്കാൻ വിജയന് മാത്രമേ കഴിയൂ. തെറ്റ് ചെയ്യാത്തതിനാൽ ഭയമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. വിവരങ്ങളുമായി ബാലഗോപാൽ. റിപ്പോർട്ട് അവതരണത്തിനിടയിൽ VS അച്യുതാനന്ദനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്തൊക്കെയാണ് പറഞ്ഞത്? CPM സംസ്ഥാന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ VS അച്യുതാനന്ദനെതിരെ അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വിമർശനത്തിലൂടെ പിണറായി വിജയൻ പറഞ്ഞത്. അത് അദ്ദേഹം ആമുഖമായി, അതായത് VSുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അദ്ദേഹം ആമുഖമായി പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് VS അച്യുതാനന്ദന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. അത് പ്രമേയം പാസാക്കാനിടയായ സാഹചര്യം പിണറായി വിജയൻ വിശദീകരിച്ചു. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ഇപ്പോഴെങ്കിലും പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയുമെന്നാണ് പിണറായി വിജയൻ CPM സംസ്ഥാന സമ്മേളന വേദിയിൽ പറഞ്ഞത്. ഇത് പരസ്യമായി പറയണമോ എന്ന ആശങ്ക തനിക്ക് ഉണ്ടായിരുന്നു, സംശയം തനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നിരന്തരം നടക്കുന്നതിനാലാണ് തനിക്ക് മാധ്യമങ്ങളോട് ഈ പ്രമേയത്തിന്റെ ഉള്ളടക്കം വിശദീകരിക്കേണ്ടി വന്നതെന്ന് ആണ് പിണറായി വിജയൻ പറഞ്ഞത്. തുടർന്ന് MM ലോറൻസ് ഈ വേദിയിൽ സദസ്സിലുണ്ടായിരുന്ന MM ലോറൻസ് എണീച്ചു നിൽക്കുകയും MM ലോറൻസ് VS അച്യുതാനന്ദന്റെ അച്ചടക്ക ലംഘനത്തെ സംബന്ധിച്ച് പാർട്ടി നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നുവെന്ന് പറയുകയും ചെയ്തു. പിണറായി വിജയൻ പ്രതികരിച്ചില്ല. എന്നാൽ പ്രസീഡിയം നയിച്ചിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ MM ലോറൻസിനെ ശാന്തനായി ഇരിക്കാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് പിണറായി വിജയൻ തന്റെ പ്രസംഗം തുടരുകയാണ് ഉണ്ടായത്. TP ചന്ദ്രശേഖരൻ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് പിണറായി ഈ പ്രസംഗത്തിലെ ഏറ്റവും സുപ്രധാനമായ ആരോപണം ഉന്നയിച്ചത്. തന്നെ കൊലപാതക കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നാണ് പിണറായി പറഞ്ഞത്. അഴിമതി കേസിൽ തന്നെ പ്രതിയാക്കുവാൻ വേണ്ടി മുമ്പ് ശ്രമിച്ചിരുന്നു. ലാവ്ലിൻ കേസിൽ പ്രതിയാക്കുന്നതിനായി രാഷ്ട്രീയത്തിലെ ബദ്ധവൈരികളുമായി കൂട്ടുചേർന്ന് തന്നെ പ്രതിയാക്കുവാൻ വേണ്ടി ശ്രമം നടന്നു. അത് പരാജയപ്പെട്ടതിന് ശേഷമാണ് തന്നെ കൊലക്കേസിൽ പ്രതിയാക്കാൻ ശ്രമം നടന്നതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇതിന് അദ്ദേഹം കാര്യവും വിശദീകരിച്ചു. അതായത് മുമ്പ് VS അച്യുതാനന്ദൻ സംസ്ഥാന സർക്കാരിന് നൽകിയ ഒരു കത്തിൽ, ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ കത്തിൽ തനിക്ക്, അതായത് പിണറായി വിജയന് TP ചന്ദ്രശേഖരനുമായി ബദ്ധ ശത്രുത ഉണ്ട് എന്ന് പരാമർശിച്ചിരുന്നു. ഒരു പ്രസംഗത്തിന്റെ പേരിലാണ് MM മണിക്കെതിരെ ഈ UDF സർക്കാർ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് പറഞ്ഞ പിണറായി വിജയൻ VSന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ സംസ്ഥാന സർക്കാരിന് കേസിൽ, അതായത് തന്നെ കൊലക്കേസിൽ പ്രതി ചേർക്കാമായിരുന്നു എന്ന ഉള്ള വെളിപ്പെടുത്തലാണ് നടത്തിയത്. ബാലഗോപാലാണ് ആലപ്പുഴയിൽ നിന്ന് CPIM സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം റിപ്പോർട്ട് ചെയ്തത്. ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ KM ഷാജഹാൻ, ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, ഡോക്ടർ ആസാദ്, ശ്രീ N മാധവൻകുട്ടി, ശ്രീ MM ലോറൻസ് എന്നിവരെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ, മുൻപ് എന്നെ അഴിമതിക്കാരനാക്കാൻ ശ്രമിച്ചവർ കൊലക്കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. SNC ലാവ്ലിൻ കേസിൽ എങ്ങനെ പാർട്ടിക്കുള്ളിൽ നീക്കം നടത്തിയോ അതേപോലെ തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ എനിക്കെതിരെ നീക്കം നടത്തുകയാണ്. VS അച്യുതാനന്ദൻ്റെതായി പത്രങ്ങളിൽ വന്ന അദ്ദേഹത്തിന്റെ ആ കത്തിൽ തന്നെ പിണറായി വിജയന് തരംതാണ വൈരാഗ്യം TP ചന്ദ്രശേഖരനോട് ഉണ്ടായിരുന്നു. മനോജിനെയും മറ്റും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത് അവർ വാതുറന്നാൽ എന്തെങ്കിലും പറയുമോ എന്ന് സെക്രട്ടറിക്ക് ഭയമുള്ളത് കൊണ്ടാണ് എന്ന് VS അച്യുതാനന്ദൻ ഏറെക്കുറെ പരസ്യമായി തന്നെ പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിക്കുന്ന നില വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ രോഷം സ്വാഭാവികമല്ലേ? അല്ല, ഇത് ഏറ്റവും നിർണായകമായൊരു സമയത്താണല്ലോ നേതാക്കന്മാർ രോഷം പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പാർലമെൻറ്റിലെ അംഗസംഖ്യ വളരെ കുറഞ്ഞിരിക്കുന്നു.
പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞ ഇടതുപക്ഷക്കാരുടെ വലിയ പർദീസയുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏറെക്കുറെ ലിക്വിഡേഷൻ്റെ അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ബംഗാൾ നിയമസഭയിലേക്കും അതുപോലെ ബംഗാളിൽ നിന്ന് ലോക്സഭയിലേക്കും ഉള്ള 2 സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 2 സ്ഥലത്തും തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളതല്ല, 2 സ്ഥലത്തും BJP 2ാം സ്ഥാനത്തായി, CPM 3ാം സ്ഥാനത്തായി, കോൺഗ്രസ് 4ാം സ്ഥാനത്തായി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ മൂപ്പളമത്തറക്കം നടക്കുന്നത്. പഴയ വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമ ഉണ്ടല്ലേ, ഉണിക്കോനാരും ഉണിച്ചന്ദ്രോരും തമ്മിൽ മൂപ്പളമ തർക്കം നടക്കുന്നത് മുള്ളുമൂത്ത മീനും വരിക്കപ്ലാവിൻ്റെ ചക്കയ്ക്കും വേണ്ടിയിട്ടാണ്. ഇവിടെ അതുപോലെയുള്ള ഒരു മൂപ്പളമ തർക്കമാണ് നടക്കുന്നത്. VS അച്യുതാനന്ദൻ 90 വയസ്സ് കഴിഞ്ഞ ഒരു സഖാവാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് ലഭിക്കാവുന്ന മിക്കവാറും എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടിക്കഴിഞ്ഞു. ഒരു ചരിത്രത്തിലുള്ള സ്ഥാനം മാത്രമേ ബാക്കി. പിണറായി വിജയനെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല. ഇനി അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. പൂർത്തീകരിക്കപ്പെടാത്ത ഒരുപാട് അഭിലാഷങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വിജയന് വിവേകത്തിൻ്റെ ഒരു കണികെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു വലിയ വിഷയമാക്കാതെ അങ്ങോട്ട് പോകട്ടെ എന്ന് വിചാരിക്കേണ്ടി ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, മാർക്സിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മൊത്തം കുളമാക്കി കുട്ടിച്ചോറാക്കി ഭരണം ഉമ്മൻചാണ്ടിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പോകുകയുള്ളൂ എന്ന് നിർബന്ധമാണ്. നമ്മൾ ആരും വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. 6 മാസത്തിനകത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കാൻ പോവാണ്. അടുത്ത കൊല്ലം ഈ സമയത്തിനുള്ളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് അടക്കാൻ പോവാണ്. ഇപ്പോഴാണ് അദ്ദേഹം ഈ ഒഴിപ്പലക്കാൻ നിൽക്കുന്നത്. അദ്ദേഹം കൊലക്കേസിൽ പ്രതിയാകേണ്ട ആളായിരുന്നു, പക്ഷേ ആയില്ല. അത് വേറെ കാര്യം. ഡോക്ടർ ആസാദ്, എന്തുകൊണ്ട് അവഗണിക്കാൻ കഴിയുമെന്ന് ഒരു കൂട്ടം ആളുകൾക്ക് തോന്നുന്ന കാര്യത്തെ പിണറായി വിജയന് അവഗണിക്കാൻ സാധിച്ചില്ല എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, സംസ്ഥാന സമ്മേളനത്തിൻ്റെ തലേന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി VS അച്യുതാനന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ അടങ്ങുന്ന പ്രമേയം പരസ്യമാക്കുക, അതിനുശേഷം റിപ്പോർട്ട് അവതരണ വേളയിൽ വൈകാരികമായി സംസാരിക്കുക, അതിനൊക്കെയുള്ള പശ്ചാത്തലം ഏറെക്കുറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയ ഒരു സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ ഈ സമ്മേളനം തന്നെ അലങ്കോലമാക്കും വിധത്തിൽ VS അച്യുതാനന്ദൻ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം പ്രയോഗിച്ചതാകുമോ? ഇത് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന വിഴുപ്പലക്കലിൽ ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഒരു പക്ഷത്തെ, ഒരു കൂട്ടരെ മാത്രം കുറ്റപ്പെടുത്താനാകുമോ? ഇല്ല, ഇവിടെ CPM-ൽ നമ്മൾ ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ടു. ഇപ്പോൾ 14 ജില്ലകളിൽ താങ്കൾ പറയുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞു എന്ന്. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്നതിനർത്ഥം എന്താണ്? ഒരു ചർച്ചയും നടന്നില്ല, സുഖകരമായ രീതിയിൽ നേതൃത്വത്തിന് കടന്നുകൂടാൻ കഴിഞ്ഞു എന്ന അർത്ഥത്തിലല്ലേ? സത്യത്തിൽ പ്രശ്നം നിർഭരമാവണ്ടേ? കാരണം നമ്മുടെ സമൂഹം പ്രശ്ന നിർഭരമാണല്ലോ. നമ്മുടെ സമൂഹത്തിൽ വൈരുദ്ധ്യങ്ങൾ വർദ്ധിക്കുകയാണെങ്കിലോ അതെന്തുകൊണ്ടാണ് അതിനകത്ത് പ്രതിഫലിക്കാത്തത്? ഇപ്പോ അദ്ദേഹം അഴിമതി കേസിൽ അദ്ദേഹത്തെ കുടുക്കി എന്ന് പറയുന്നു. അഴിമതി കേസിൽ കുടുക്കിയത് ആരാണ്? 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ പറ്റിയാ. അന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് VS അച്യുതാനന്ദൻ. അന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പറായ ബാലാനന്ദനും ലാവ്ലിൻ കേസ് സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ് ഇത് ആദ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ അവർ 2 പേരും ഇദ്ദേഹത്തെ അഴിമതി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. ആര് ശ്രമിച്ചു? CPM തന്നെ ശ്രമിച്ചു എന്നാ പറയുന്നത്, പുറത്തുള്ളവരല്ല. ഇപ്പോഴും സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് VS അച്യുതാനന്ദൻ. പുറമെയുള്ള ഒരു ജനതയ്ക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. CPM-നകത്ത് ഇത് സംബന്ധിച്ച് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നല്ലേ പറയുന്നതിനർത്ഥം? CPM-നകത്ത് വൈരുദ്ധ്യം ഉണ്ടെന്ന് പറയുമ്പോൾ അത് VS അച്യുതാനന്ദൻ മാത്രമല്ലല്ലോ. ഒരുപക്ഷെ VS അച്യുതാനന്ദനെ അതേ അഭിപ്രായമുള്ളവർ ആ പാർട്ടിക്കകത്തുണ്ട്. പക്ഷെ സമ്മേളനങ്ങളിലേക്ക് പലപ്പോഴും അവരെത്തുന്നില്ല. സമ്മേളനങ്ങളിൽ ഒരു VS എത്തുന്നുള്ളൂ, അത്രയല്ലേ ഉള്ളൂ. എങ്ങനെ അഭിപ്രായം ഉണ്ടായത്? പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്ന വിഷയങ്ങൾ എപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ലേ. ഇപ്പൊ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ഒരു കൊലയാളി, ഒരു പക്ഷെ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട ഒരാൾ, അയാൾ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ആരുടെ ഏരിയ കമ്മിറ്റി? പിണറായി വിജയൻ സെക്രട്ടറി ആയിട്ട് ഈ സമ്മേളനങ്ങളൊക്കെ നടത്തി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റിയിൽ ഒരു കൊലക്കേസിൽ കുറ്റം ശിക്ഷിക്കപ്പെട്ട ആളിരിക്കുകയാണ്. അപ്പൊ ഇതിനെ ഒരു കൊലയാളികളുടെ പാർട്ടി എന്ന് ആരെങ്കിലും വിളിച്ചാൽ ആർക്കെങ്കിലും എതിര് പറയാൻ പറ്റുമോ? ശരി, അതാണ് താങ്കളുടെ വാദം. ദയവായി തുടരുക. ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, CPIM-നെ സംബന്ധിച്ച് ഒരു സമ്മേളന പ്രക്രിയ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തന്നെ പ്രസക്തി ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് നമ്മൾ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കും. അതിൽ പാർട്ടിയുടെ നയതീരുമാനങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷേ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടെങ്കിലുമായി നടക്കുന്ന വിധത്തിലുള്ള വ്യക്തിപരമായ ദ്വന്ദ്വയുദ്ധം മാത്രമായി ഈ സമ്മേളനവും പര്യവസാനിക്കുമോ? ആ വഴിക്കാണ് ഇത് പോകുന്നത് എന്നാണല്ലോ ഇപ്പോൾ ഇതുവരെ വന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇവിടെ നമ്മൾ മറ്റൊന്നിലേക്കും കടക്കണ്ട. ഈ സമ്മേളനം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രകാശ് കാരാട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് CPIM കേരളത്തിൽ ചെയ്യേണ്ടത്, ഇന്ത്യ രാജ്യത്ത് ചെയ്യേണ്ടത്, ഈ സമ്മേളനത്തിൻ്റെ അജണ്ട എന്തായിരിക്കണം, അതിൻ്റെ ഭാരിച്ച രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചതിൻ്റെ തൊട്ടുപിറകെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അത് ശരിയാണോ? അത് ശരിയാണെങ്കിൽ തീർച്ചയായും
ഈ പാർട്ടിയിൽ ഈ സമ്മേളനത്തിൽ നടക്കാൻ പോകുന്നത് ഒരു പൊളിറ്റിക്കൽ എൻകൗണ്ടറാണ്. നമ്മൾ പോലീസ് എൻകൗണ്ടർ എന്ന് ധാരാളം കേട്ടിട്ടുണ്ട്. അതുപോലുള്ള ഒരു രാഷ്ട്രീയ വധം, പൊളിറ്റിക്കൽ എൻകൗണ്ടർ സെക്രട്ടറി ഇവിടെ തൻ്റെ അണികളെ ആകെ അതിൻ്റെ പ്രതിനിധികളെ ആകെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരുടെ പിൻബലത്തോടുകൂടി അവരുടെ വികാരമിളക്കിക്കൊണ്ട് നിർവഹിക്കുന്നു എന്ന് വേണം നമുക്ക് കാണാൻ. കാരണം ഇതുപോലുള്ള ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം അദ്ദേഹം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പിണറായി വിജയൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ചെയ്യേണ്ടത് ഇത് തനിക്ക് ബോധ്യപ്പെട്ട സമയത്ത് തന്നെ ജനറൽ സെക്രട്ടറിയെയും പോളിറ്റ് ബ്യൂറോയെയും അറിയിച്ചുകൊണ്ട് ഈ കാര്യം ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ട് അടിയന്തരമായി തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ മേൽഘടകത്തിൽ ചെയ്യാത്ത ഒരു കാര്യം അവരെ അടക്കം മൗന സാക്ഷികളാക്കി നിർത്തിക്കൊണ്ട് തൻ്റെ 600ഓളം വരുന്ന അനുയായികളെ വിളിച്ച് അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു രാഷ്ട്രീയ വധം നടത്തുന്നു എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ. അതാണ് താങ്കളുടെ നിരീക്ഷണം. ശ്രീ കെ എം ഷാജഹാൻ, പിണറായി വിജയന് VS അച്യുതാനന്ദൻ അങ്ങേയറ്റത്തെ വ്യക്തിപരമായ വൈരനിര്യാതന ബുദ്ധി പ്രകടിപ്പിക്കുന്നതിൻ്റെ രോഷമാണ്. SNC ലാവ്ലിൻ കേസിൽ എങ്ങനെയൊക്കെ പെടുത്താൻ ശ്രമിച്ചോ അതുപോലെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരു കൊലക്കേസിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ആഭ്യന്തരമന്ത്രിക്ക് കത്തയക്കുന്നു. അതിൽ പിണറായി വിജയന് ഗാഢമായ വൈരാഗ്യം ചന്ദ്രശേഖരനോട് ഉണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു കത്ത് നൽകിയെന്ന് മാത്രമല്ല, അത് മാധ്യമങ്ങളിൽ വരുന്നു. അതിൽ പറയുന്നത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. പിണറായി വിജയന് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു ചന്ദ്രശേഖരനോട് എന്നും ഈ പ്രതികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത് അവർ വായ തുറന്നാലോ എന്ന് പേടിച്ചാണ് എന്നും. എന്താണ് CPIM-ൽ നടക്കുന്നത്? അല്ല അഭിലാഷ്, ഇത് വളരെ പ്രസക്തമാണ്. അതായത് ഈ ഇപ്പോഴത്തെ UDF ഗവൺമെന്റിന് ആർജവം ഇല്ലാഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ UDF ഗവൺമെന്റിന് ആർജവം ഉണ്ടായിരുന്നുവെങ്കിൽ അവര് യഥാർത്ഥത്തിൽ ഈ അച്യുതാനന്ദൻ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ ഈ കാര്യം വെച്ചിട്ട് പിണറായി വിജയനെതിരെ കൊലക്കേസ് എടുക്കേണ്ടതായിട്ട് പിണറായി വിജയനെ പ്രതിയാക്കേണ്ടതായിരുന്നു. കാരണം എന്താ അച്യുതാനന്ദൻ പറഞ്ഞിരിക്കുന്നത്? മരണപ്പെട്ട TP ചന്ദ്രശേഖരനോട് പിണറായി വിജയന് വ്യക്തിവിരോധം ഉണ്ടായിരുന്നു എന്നാണ് അച്യുതാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. ആരാ പറഞ്ഞിരിക്കുന്നത്? പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതാവും കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം മുഖ്യമന്ത്രിയും 15 വർഷക്കാലമായി ക്യാബിനറ്റ് റാങ്കിൽ ഇരിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കൊല ചെയ്യപ്പെട്ട ആളോട് വ്യക്തിവിരോധം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? അതിന്റെ പേരിൽ കൊലക്കേസിൽ പ്രതിയാക്കി പിണറായിക്കെതിരെ കേസെടുക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിനുള്ള ആർജവം അവർ കാണിച്ചില്ല. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അതല്ല. ഇപ്പൊ അച്യുതാനന്ദൻ ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്ത കത്തിലാണല്ലോ ഈ പിണറായി വിജയന് വ്യക്തിവിരോധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നത്. അതാണല്ലോ ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്. ഈ കത്ത് കൊടുത്തതിന് ശേഷം ഇപ്പൊ പിണറായി വിജയൻ അതിനെക്കുറിച്ച് വളരെ വൈകാരികമായി പറഞ്ഞു എന്ന് പറഞ്ഞു കണ്ടു. എനിക്ക് ചോദിക്കാനുള്ള അഭിലാഷ ഒരു ചോദ്യം, ഈ കത്ത് കൊടുത്തതിന് ശേഷവും പിണറായി വിജയനും അച്യുതാനന്ദനും ഒരുമിച്ച് നിന്ന് മത്സരിച്ചില്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? അതെന്താണ് നമ്മൾ കാണാത്തത്? അപ്പൊ PS അച്യുതാനന്ദൻ തന്നെ കൊലക്കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന പിണറായി വിജയൻ ആ കത്ത് VS അച്യുതാനന്ദൻ കൊടുത്തതിന് ശേഷവും ഒരുമിച്ച് നിന്നൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അഭിലാഷേ, എത്ര നാണം കെട്ട, എത്ര പരിതാപകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇപ്പൊ പറയുന്നു എന്നെ കൊലക്കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചു. അപ്പൊ ഇത് ഒരു ജീർണിച്ച ഒരു ബൂർഷ്വാ പാർട്ടിയെ പോലും അമ്പരപ്പിക്കുന്ന നിലയിൽ തരം താണിരിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഇതിന് ഇനി അച്യുതാനന്ദനും പിണറായി വിജയനും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വോട്ട് പിടിക്കാൻ ചെല്ലുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയില്ലേ? എന്തായാലും വളരെ സുപ്രധാനമായ ഒരു വാർത്ത പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് പോലെ CPIM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ ചാനലിന് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ ആ റിപ്പോർട്ടിലെ പേജുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. VS അച്യുതാനന്ദനെതിരെ 50ഓളം പേജുകളിൽ അതിരൂക്ഷമായ വിമർശനം CPIM അദ്ദേഹത്തിനൊരു കുറ്റപത്രം നൽകിയിരിക്കുന്നു എന്ന് പറയാം. TP കേസിൽ VSന്റെ നിലപാടും പാർട്ടി നടപടികളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, VS അച്യുതാനന്ദന്റെ ദല്ലാൽ നന്ദകുമാറുമായി ഉള്ള ബന്ധത്തെക്കുറിച്ചടക്കം ഈ റിപ്പോർട്ട് പറയുന്നു. VS അച്യുതാനന്ദനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും VS അച്യുതാനന്ദന് കുറ്റപത്രം നൽകുന്നതുമാണ് റിപ്പോർട്ട് എന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം, ആ റിപ്പോർട്ടിലെ പേജുകളാണ് ഇപ്പോൾ
ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ 162 മുതൽ 204 വരെ VS അച്യുതാനന്ദനെതിരെയുള്ള കണ്ടെത്തലുകളും VS അച്യുതാനന്ദനെതിരെയുള്ള പരാമർശങ്ങളും മാത്രമാണ് ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. CPIM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. VS അച്യുതാനന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും VS അച്യുതാനന്ദനെതിരെയുള്ള കുറ്റപത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഇപ്പോൾ സഹിൻ ആന്റണി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അല്പസമയത്തിനകം. അതിനു മുൻപ് ശ്രീ KC ഉമേഷ് ബാബു കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്ന്. ശ്രീ KC ഉമേഷ് ബാബു, CPIM നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ദ്വന്ദ്വയുദ്ധമാണ്. VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ അപ്പുറവും ഇപ്പുറവും നിന്ന് നടത്തിയിരുന്ന പോരിന് ഒരവസാനമായി എന്ന പ്രതീക്ഷ കഴിഞ്ഞ കുറച്ചു കാലമായെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് എന്ന് തോന്നുന്നു. പാർട്ടി VS അച്യുതാനന്ദന് അദ്ദേഹത്തിൻ്റെ മുഴുവൻ തെറ്റുകളും ചൂണ്ടിക്കാണിച്ച് സമ്മേളന റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ ഒരു കുറ്റപത്രം ഇതാ നൽകിയിരിക്കുന്നു. നമ്മൾ TV സ്ക്രീനിൽ കാണുന്നത് പോലെ VS അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കുറ്റപത്രം കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിൽ വായിക്കുകയും ചെയ്തിരുന്നു. താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു ഈ സ്ഥിതിവിശേഷത്തെ? അല്ല, ഈ സ്ഥിതിവിശേഷം വാസ്തവത്തിൽ ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് ഒത്തുതീർന്ന് കഴിഞ്ഞിട്ടുണ്ട്. VS അച്യുതാനന്ദനെ ഈ അവസരം ഉപയോഗിച്ച് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പാർട്ടി സംസ്ഥാനത്തിലെ ഔദ്യോഗിക നേതൃത്വം VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന വിഭാഗീയ നേതൃത്വം ഈ പറയുന്ന റിപ്പോർട്ട് ഉണ്ടാക്കുകയും VS അച്യുതാനന്ദനെ ഒരു സന്ദർഭം ഉപയോഗിച്ച് ഇന്നലെ അദ്ദേഹത്തിനെതിരായിട്ട് കുറ്റപത്രം ഉണ്ടാക്കിയിട്ട് പുറത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് VSനെ പറഞ്ഞയക്കാനാവുന്നതാണ്. പക്ഷെ VSനെ പറഞ്ഞയക്കാനുള്ള ഒരു സമയം അല്ല ഇത് എന്നൊരു തിരിച്ചറിവ് പക്ഷേ കേന്ദ്ര നേതൃത്വത്തിനുള്ളത് കൊണ്ട് ഇതിന് ഇന്നലത്തെ പ്രവർത്തനത്തിൽ പങ്കാളിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇന്നൊരു പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രശ്നമൊന്നുമില്ല, ഇന്നലെ ചെയ്തത് ശരിയാണ്, VS അച്യുതാനന്ദൻ ചെയ്തത് ശരിയാണ്, എല്ലാവരും ചെയ്തതും ശരിയാണെന്നാണ് പറയുന്നത്. ഈ പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ വിളിക്കുമ്പോൾ വാസ്തവത്തിൽ അതിനേക്കാൾ ചിരിപ്പിക്കുന്ന മറ്റൊരു കാര്യവും നമുക്ക് നേരിടേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് സംഭവിച്ച എന്താണ്? ഇന്ന് VSനെ പുറത്താക്കാൻ കഴിയില്ല എന്നിടത്തേക്ക് സമ്മേളന നടപടികൾ മാറിയതോടുകൂടി തന്റെ നിരാശ മുഴുവൻ പറഞ്ഞു തീർക്കുകയാണ് പിണറായി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരത്തെ ഒരു ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴ് VSനെതിരായിട്ടുള്ള 52 കുറ്റങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. കുറച്ച് സമയത്തിനകം റിപ്പോർട്ട് മുഴുവൻ പുറത്തു കിട്ടും. റിപ്പോർട്ട് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് VS അച്യുതാനന്ദനെ പുറത്താക്കാൻ എടുത്ത തീരുമാനത്തിന്റെ സ്വകാര്യ തീരുമാനം നടപ്പിലാവില്ല. സഹിൻ ആന്റണി, ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം ഈ റിപ്പോർട്ടുണ്ട്. സഹിൻ, VS അച്യുതാനന്ദനെതിരെയുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ കുറ്റപത്രം മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ മറ്റു ചില പരാമർശങ്ങൾ കൂടി ഉണ്ട് റിപ്പോർട്ടിൽ എന്ന് മനസ്സിലാക്കുന്നു. TCSന് 50 ഏക്കർ ഭൂമി നൽകിയത്, ദല്ലാൽ നന്ദകുമാറുമായുള്ള അടുപ്പം, ഡേറ്റാ സെന്റർ കേസിലെ ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അഭിലാഷ്, VSനെതിരെയുള്ള കടുത്ത വിമർശനം തന്നെയാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 162 മുതൽ 202 വരെയുള്ള പേജുകളിലാണ് VSനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. P. കരുണാകരൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദല്ലാൽ നന്ദകുമാറുമായി VSന് കുറെ അടുത്ത ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അത് ഞാൻ ചുരുക്കി ഈ കാര്യം പറയാം. കുറെ കാര്യങ്ങൾ കൂടി S. രാജേന്ദ്രൻ പുതുതായി കൊണ്ടുവന്ന SHC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്തതാണ്. പാർട്ടിയിലെ കമ്മിറ്റികൾ നിലപാടെടുത്ത ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് പുതിയ ആരോപണം ഉയർന്നത്. ദല്ലാൽ നന്ദകുമാർ എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ വ്യക്തിക്ക് VSുമായുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ചുള്ളതാണ് ആരോപണം. നന്ദകുമാറിനൊത്തുള്ള VSന്റെ യാത്രയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോട്ടോർ വാഹനങ്ങളുടെ പുതിയ നമ്പർ പ്ലേറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നന്ദകുമാർ മുഖേന ഇടപെടലുകൾ ഉണ്ടായതിനെ കുറിച്ചും ഉന്നയിക്കുന്നുണ്ട്. ടാറ്റ കൺസൾട്ടൻസിക്ക് 50 ഏക്കർ ഭൂമി അനുവദിച്ച ഇനത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടില്ല എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ കൊച്ചിയിലുള്ള സലാർപൂരിയ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ മെഡിക്കൽ ഇമേജിംഗും ചേർന്ന പദ്ധതിക്ക് അനുമതി നൽകാൻ ഔട്ട് ഓഫ് അജണ്ട ഉണ്ടായതായി ക്യാബിനറ്റിന് മുന്നിലേക്ക് കൊണ്ടുവന്ന പ്രശ്നം ഉണ്ടായിരിക്കുന്നു. ഇക്കാര്യം മന്ത്രിസഭ ഫ്രാക്ഷന് മുന്നിലും ഉന്നയിച്ചിരുന്നില്ല എന്നും ആരോപിക്കുന്നു. സുരേഷ് കുമാർ അതേപോലെ തന്നെ സുരേഷ് കുമാർ IASനോടൊപ്പം VS അക്കാലത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീലിനെ കാണാൻ പോയ പ്രശ്നവും ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പുതിയ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ പ്രശ്നം അന്വേഷണം എങ്ങനെ തുടരണം എന്നതിനെ കുറിച്ച് വ്യക്തത ഉണ്ടാക്കണമെന്ന് P. കരുണാകരന് തോന്നലുണ്ടായി. ഈ
വിഷയങ്ങളെല്ലാം പരിശോധിച്ച സംസ്ഥാന കമ്മിറ്റി ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കേന്ദ്ര കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതാണ് നല്ലതെന്ന് തീരുമാനിച്ചു. കേന്ദ്ര കമ്മിറ്റി ഇത് അംഗീകരിക്കുകയും സംസ്ഥാന കമ്മിറ്റി ഉന്നയിച്ച മറ്റ് പ്രശ്നങ്ങളോടൊപ്പം PBയുടെ 6-അംഗ കമ്മീഷൻ പരിശോധിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് പ്രഖ്യാപിത നിലപാടുണ്ടാകുന്ന അറിയാവുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു VS. എന്നാൽ പാർട്ടിയിൽ നിന്നും വ്യതിചലിക്കുന്ന ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ കൂടംകുളം വിഷയത്തിലും VS എടുത്തത്. കൂടംകുളം യാത്രയെ കുറിച്ച് അറിഞ്ഞ പാർട്ടി ജനറൽ സെക്രട്ടറി പോകാൻ പാടില്ലെന്ന് VSനെ അറിയിച്ചെങ്കിലും അത് ധിക്കരിച്ചുകൊണ്ട് പോകാൻ VS തയ്യാറായി. മാത്രമല്ല പോകുമെന്ന നിലപാടിൽ നിന്ന് VS ഉറച്ചു നിൽക്കുകയും ചെയ്തു. കളിക്കാവിള എത്തിയപ്പോൾ VS ഈ യാത്രയെക്കുറിച്ച് പാർട്ടി സംസ്ഥാന കേന്ദ്രത്തിൽ ചർച്ച ചെയ്യാൻ VS തയ്യാറായില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജനറൽ സെക്രട്ടറിയുടെ ബുദ്ധികേട് എന്നൊക്കെയാണ് VS പരാമർശിച്ചത്. VSന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി. 2012 ഒക്ടോബർ 3 ചേർത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ പ്രശ്നം കേന്ദ്ര കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിച്ചു. അതോടൊപ്പം ജൂലൈ 23 കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച പ്രമേയത്തിൽ VS സ്വയം വിമർശനമായി സംസാരിക്കണമെന്ന് പറഞ്ഞ ഭാഗം നടപ്പാക്കാതിരിക്കുകയും കേന്ദ്ര കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനിച്ചു. ഒക്ടോബർ 12 മുതൽ 14 വരെ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം കൂടംകുളം ആണവ നിലയത്തിന്റെ കാര്യത്തിൽ സഖാവ് VS അച്യുതാനന്ദന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് അംഗീകരിച്ച പ്രമേയമാണ് ഇതോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ VSനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്ന് തന്നെ പറയാം. റിപ്പോർട്ടിൽ ഈ 4 റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, സഹിൻ, ഈ P കരുണാകരൻ കമ്മിറ്റി റിപ്പോർട്ടിൽ VS അച്യുതാനന്ദനെതിരെ ഉണ്ടായിരിക്കുന്ന പരാമർശങ്ങളൊക്കെ അതേപടി റിപ്പോർട്ടിൽ ചേർത്തിരിക്കുകയാണോ? അദ്ദേഹവുമായി ബന്ധപ്പെട്ട അഴിമതി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അഭിലാഷ്. കാരണം VSനെതിരെ P കരുണാകരൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ മുഴുവനായി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട സ്ഥലം മേടിച്ചതും ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട VS നടത്തിയ ചില ഇടപാടുകളും അതേപോലെ തന്നെ VSന്റെ വിമാനയാത്രയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീലുമായി VS കൂടിക്കാഴ്ച നടത്തിയതുമെല്ലാം ഇതിൽ മുഴുവനായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്തരത്തിൽ VSനെതിരെയുള്ള ഒരു കുറ്റപത്രം തന്നെയാണ് ഈ റിപ്പോർട്ട് എന്ന് പറയേണ്ടി വരും. 162 മുതൽ 202 വരെയുള്ള പേജുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ VSനെതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ഉന്നയിച്ചിരിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും സഹിൻ, കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ വീണ്ടും ബന്ധപ്പെടാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതിപ്പോൾ VS അച്യുതാനന്ദൻ PBക്ക് അയച്ച കത്തായാലും CPIM സമ്മേളനം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ റിപ്പോർട്ടായാലും ഇതൊന്നും പബ്ലിക് ഡോക്യുമെന്റ്സ് ആയിരിക്കില്ല. പക്ഷേ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, വേണമെങ്കിൽ കൊലപാതകം, അഴിമതി, അത്തരത്തിലുള്ള ആരോപണങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരികയോ അല്ലെങ്കിൽ സൂചിപ്പിക്കുകയോ ചെയ്യുന്ന റിപ്പോർട്ടുകളാണ്. ഇത് പാർട്ടി സ്വയം കുഴി തോണ്ടലാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കുഴി കുഴിച്ചു കഴിഞ്ഞു. ഇനി അതിനകത്ത് ഇറങ്ങിയെന്ന് അവർ തന്നെ മണ്ണിട്ട് മൂടുന്ന ജോലിയെ ബാക്കിയുള്ളൂ. ഇത് ബാലി സുഗ്രീവ യുദ്ധം എന്ന് പറഞ്ഞ പോലെയാണ്. ബാലി സുഗ്രീവ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ എഴുത്തച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഇപ്പം അതാണ് അവസ്ഥ. പാർട്ടിയുടെ പിന്തുണ പിണറായിക്കുണ്ട്, ജനങ്ങളുടെ പിന്തുണ അച്യുതാനന്ദനും. ഇത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. 40 പേജുള്ള ഇതിൽ PC കഴിഞ്ഞ സമ്മേളന കാലയളവിൽ കഴിഞ്ഞ സമ്മേളന സമയത്തുണ്ടായ കാര്യങ്ങളല്ലെന്നല്ല. ഇത് അച്യുതാനന്ദൻ പൊതുപ്രവർത്തനം തുടങ്ങിയ കാലത്തോട്ടുണ്ട്. പുന്നപ്പറയിൽ സമരം നടക്കുമ്പോൾ അദ്ദേഹം പൂഞ്ഞാറിലേക്ക് പോയി എന്നുള്ളത് ഒരുപക്ഷെ പറഞ്ഞു കാണും, നിങ്ങളുടെ ലേഖകൻ കാണാത്തതാവും. ഇങ്ങനെ അച്യുതാനന്ദൻ പൊതുപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽക്കുള്ള കാര്യങ്ങളൊക്കെ കുഴി തോണ്ടിയെടുത്ത് ഈ സമ്മേളന വേദിയിലിട്ട് അലക്കുന്നതിൻ്റെ ലക്ഷ്യം ഒന്നാണ്. ഉമ്മൻചാണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ കേരള മുഖ്യമന്ത്രിയായിട്ട് കൽപ്പാന്ത കാലത്തോളം ഇരുത്തണം. അതിന് അദ്ദേഹം കരാറെടുത്തിരിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ തടയാൻ പറ്റുമോ? 40 പേജല്ല 400 പേജിൽ എഴുതിയാലും നമുക്കറിയാൻ പാടില്ല VS അച്യുതാനന്ദനെ ഈ നാട്ടിലെ ആളുകൾക്കറിയാം. പോട്ടെ, ഇത്രയും കൊള്ളരുതാത്തവനായി VS അച്യുതാനന്ദൻ്റെ പടം വെച്ച് ഇവിടെ EP ജയരാജൻ അടക്കമുള്ള ധീരസഖാക്കൾ വോട്ട് പിടിച്ചത് എന്തിനാണ്? അത് വിജയം പറയട്ടെ. ഇപ്പോൾ ലോറൻസ് ചേട്ടൻ എഴുന്നേറ്റ് പോയില്ലേ? ഈ ലോറൻസ് ചേട്ടൻ തന്നെ കഴിഞ്ഞ സീറ്റിൽ മത്സരിച്ചെങ്കിൽ അദ്ദേഹവും VSൻ്റെ പടം വെച്ച് വോട്ട് പിടിക്കുമായിരുന്നു. അദ്ദേഹത്തിന് പല കാര്യങ്ങളിലുള്ള മോഹഭംഗമാണ്. ഈ വിഭാഗീയത കണ്ടുപിടിച്ച ആളാണ് MM ലോറൻസ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. P ഗംഗാധരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ ആണി ലോറൻസ് ആയിരുന്നു. ഗൗരി അമ്മയെ പുറത്താക്കിയതിൻ്റെ ആണി ലോറൻസ് ആയിരുന്നു. ഇതുപോലെ എന്തുമാത്രം ആൾക്കാരെ ഈ പാർട്ടിയിൽ നിന്ന് പോച്ച് പുറത്താക്കിയ ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വാർദ്ധക്യകാലത്ത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം വാർദ്ധക്യ സമയത്ത് പിണറായി വിജയൻ്റെ വെളിച്ചപ്പാടായിട്ട് ഉറഞ്ഞു തുള്ളുകയാണ്. കാണുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നുകയാണ്. ഇതുപോലുള്ള ആളുകളാണ് മുതിർന്ന നേതാക്കൾ. ഇവരൊക്കെ കാഴ്ച ബംഗ്ലാവിലൊക്കെ സമയം കഴിഞ്ഞു. അതാണ് താങ്കളുടെ ആരോപണം, താങ്കളുടെ വാദം. ശ്രീ KM ഷാജഹാൻ, താങ്കൾക്ക് കൂടുതൽ അറിവുള്ള വിഷയങ്ങളാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത ചില തീരുമാനങ്ങൾ കൂടി യഥാർത്ഥത്തിൽ ഈ സമ്മേളന കാലയളവിലെ വിഷയമല്ല എങ്കിൽ കൂടിയും അതും CPIMൻ്റെ സമ്മേളന റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നേരത്തെ സഹിൻ വായിച്ചിരുന്നു. TCSന് ഒരു 50 ഏക്കറിൻ്റെ കഥ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട്. നന്ദകുമാറുമായുള്ള ബന്ധം പറയുന്നുണ്ട് ഈ റിപ്പോർട്ട്. VS അച്യുതാനന്ദന് പാർട്ടി ഒരുപക്ഷെ എല്ലാ അർത്ഥത്തിലുമുള്ള കുറ്റപത്രം തന്നെ നൽകുന്നു എന്ന് മനസ്സിലാക്കണോ നമ്മൾ?
അഭിലാഷ്, ഇതില് പിന്നെ പിന്നെ കുറച്ചൊക്കെ വസ്തുതകൾ ഉണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം വി എസ് അച്യുതാനന്ദനെ ഈ നാട്ടിലുള്ള ജനങ്ങൾക്കറിയാം എന്നുള്ള വളരെ പിന്നെ പൊതുവായ ഒരു പ്രസ്താവനയിലൂടെ തീർക്കാവുന്ന ഒരു കാര്യമല്ല ഇത്. ഇപ്പം പിന്നെ ജയശങ്കറിന് തന്നെ അറിയാവുന്നതാണ്, ഇപ്പോൾ പുറത്ത് പറയാത്തതാണ് നന്ദകുമാറും വി എസുമായിട്ടുള്ള ബന്ധം. ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഡേറ്റാ സെന്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ നന്ദകുമാറുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ ഈ ടാറ്റ കൺസൾട്ടൻസിയുടെ പ്രശ്നങ്ങളുണ്ട്. വി എസ് അച്യുതാനന്ദന്റെ മകനുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ആരോപണങ്ങൾ പിന്നെ ഉയർന്നു നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം ഉള്ളപ്പോൾ വി എസ് അച്യുതാനന്ദനെ ഈ നാട്ടിലുള്ള ആളുകൾക്കറിയാമെന്നും വി എസ് അച്യുതാനന്ദൻ പിന്നെ വയലാർ പുന്നപ്ര സമരത്തിൽ പൂഞ്ഞാറിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിനെ ജനറലൈസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായതിനു ശേഷം എടുത്തിട്ടുള്ള ഒരുപാട് നിലപാടുകൾ ഈ പിണറായിയുടെ നേതൃത്വത്തിലുള്ള പിന്നെ ഈ നേതൃത്വത്തിന് വി എസിനെ അടിക്കാനുള്ള വടിയായി മാറിയിട്ടുണ്ടെന്നുള്ള നഗ്ന സത്യം നമ്മൾ അംഗീകരിക്കാതെ ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വി എസിന്റെ നിലപാടുകൾ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീടുണ്ടായിട്ടുണ്ട്. അതെല്ലാം വി എസിന് ദൗർബല്യമായിട്ട് വന്നിട്ടുണ്ട്. ആ ദൗർബല്യങ്ങളിൽ നിന്നാണ് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ പിന്നെ സംസ്ഥാന നേതൃത്വം വി എസ് അച്യുതാനന്ദനെ അടിക്കുന്നത് എന്നുള്ള ഒരു വസ്തുത നമ്മൾ കാണാതിരുന്നത്. ദയവായി തുടരണം ശ്രീ ഷാജഹാൻ. ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, CPIM-ന്റെ സമ്മേളന റിപ്പോർട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സമ്മേളന കാലയളവിലുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ സത്യസന്ധമായ സ്വയം വിമർശനപരമായ ഒരു വിലയിരുത്തലാണ്. അങ്ങനെ എന്തെങ്കിലും സ്വയം വിമർശനം ഈ റിപ്പോർട്ടിലുള്ളതായി ഇതേവരെ ഞങ്ങളുടെ പ്രതിനിധി കണ്ടിട്ടില്ല. മറിച്ച് വി എസ് അച്യുതാനന്ദനെതിരെ ഈ സമ്മേളന കാലയളവിൽ അല്ലാത്ത അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അടക്കമുള്ള കാര്യങ്ങളെ കൂടി പരാമർശിച്ചുകൊണ്ട് വളരെ വിശദമായ ഒരു കുറ്റപത്രം, അഴിമതി ആരോപണങ്ങൾ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. CPIM ആത്മാർത്ഥമായ ഒരു സ്വയം വിമർശനത്തിനാണ് ഈ സമ്മേളനത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന് തോന്നുന്നുണ്ടോ? ഒട്ടുമല്ല. ഇത് CPM മായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാവുന്ന ഒരു കാര്യമേ അല്ല. കാരണം ഇത് CPM-ന്റെ അല്ല. CPM എന്ന് പറയുന്ന ഒരു ബൂർഷ്വാ പാർട്ടിയുടെ ഏർപ്പാടാണ്. ഇതിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് TP വധക്കേസ്. ഈ TP വധക്കേസ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രിയും KPCC പ്രസിഡന്റ് ചെന്നിത്തലയും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു തിരക്കഥയനുസരിച്ച് ഇവിടുത്തെ മാധ്യമങ്ങളുടെയും പാർട്ടി വിരുദ്ധരുടെയും പിന്തുണയോടുകൂടി CPM-നെ വളഞ്ഞുവെച്ച് ആക്രമിച്ച ഒരു കള്ളക്കേസായിരുന്നു എന്നായിരുന്നു പിണറായി വിജയന്റെ ആരോപണം. അത് നമ്മളുടെ ഓർമ്മയിൽ അതുണ്ടാവുമല്ലോ. എന്നാൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് മലയാള മനോരമയിൽ വരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് എഴുതി കൊടുത്ത നിലയ്ക്ക് പിണറായി വിജയൻ കണ്ടതാണ്. അത് അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ CPIM-നെ തകർക്കാൻ തിരക്കഥ എഴുതിയ അന്നത്തെ KPCC പ്രസിഡന്റ് ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ്. ആ ആഭ്യന്തരമന്ത്രിയെ ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ തൊട്ടേ അടുത്ത ദിവസം ഗൾഫ് രാജ്യത്ത് നടന്ന CPM-ന്റെ ചാനലിൻ്റെ അറേബ്യൻ ചാനലിൻ്റെ ചടങ്ങിൽ പിണറായിയുടെ അടുത്ത് ക്ഷണിച്ചു വരുത്തി ഇരുത്തി. ഇതിനെ നമ്മൾ എങ്ങനെയാ കാണുക? ഇതിൽ കണ്ട, ഈ കത്തിൽ കണ്ട ഭീഷണി നാളെ ഈ ആഭ്യന്തരമന്ത്രിയും പോലീസും പിണറായി വിജയന് എതിരെ കേസാക്കിയെടുക്കുമെന്നുള്ളത് കൊണ്ടാണോ? അതല്ല, ഈ TP വധക്കേസ് തൊട്ട് ഇങ്ങോട്ടെടുത്തിട്ടുള്ള പിണറായി വിജയന്റെയും CPM-ന്റെയും രാഷ്ട്രീയ നിലപാടുകളെ തട്ടിത്തറക്കുന്ന ഒന്നല്ലേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഈ പരിപാടിയിലെ മുഖ്യ അതിഥികളിൽ ഒരാളായിട്ട് ക്ഷണിച്ച് അങ്ങ് അറേബ്യൻ നാട്ടിൽ ഉള്ള ചങ്ങാത്തം നടത്തിയത്? ദയവായി തുടരുക ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. ശ്രീ KC ഉമേഷ് ബാബു, VS അച്യുതാനന്ദൻ പാർട്ടിക്കുള്ളിൽ പോരാട്ടം നയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പം ആരെങ്കിലും വേണം. അതിപ്പോൾ ഇല്ല എന്ന് മാത്രമല്ല, VS അച്യുതാനന്ദന് വേണമെങ്കിൽ പുറത്തേക്ക് പോകാം എന്നുള്ളതായിരുന്നല്ലോ ഇന്നലത്തെ പാർട്ടിയുടെ പ്രമേയത്തിൻ്റെ സന്ദേശം. ഇന്ന്
പാർട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനൊരു പ്രമേയം പരസ്യപ്പെടുത്തേണ്ടി വന്നത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിക്കുകയും ചെയ്തു. ചില എതിർശബ്ദങ്ങൾ ഉയർത്തുക എന്നതിനപ്പുറത്ത് VS അച്യുതാനന്ദന് CPIM എന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ, ഒരു പോരാട്ടം നടത്താനുള്ള സാധ്യതയോ സ്പേസോ ഉണ്ടോ? പ്രതിനിധികളായി പങ്കെടുക്കുന്ന 600 പേരോട് തോന്നുന്ന അങ്ങേയറ്റത്തെ സഹതാപാണ് എനിക്ക് ആദ്യം രേഖപ്പെടുത്താനുള്ളത്. കാരണം നിങ്ങൾ നോക്ക്, അവർ നാളെ ഈ റിപ്പോർട്ടിന്റെ മേലെയാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിനെ മുൻനിർത്തി അവർ ചർച്ച ചെയ്യാൻ ഇരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് മുമ്പിൽ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. എത്ര പരിഹാസ്യമാണിത്! കേരള പാർട്ടിയുടെ, ഈ കേരളത്തിലെ ഈ പാർട്ടിയുടെ ഈ മുഴുവൻ മനുഷ്യരും അങ്ങേയറ്റം അപമാനിക്കപ്പെടുകയല്ലേ? ഈ സമ്മേളനത്തിൽ എന്ത് വിശ്വാസ്യത ഇനിയുള്ളത്? ഈ പറയുന്ന VS അച്യുതാനന്ദനെ വേട്ടയാടുക എന്നൊരു അജണ്ടയെ മുൻനിർത്തി കാര്യങ്ങളൊക്കെ ഒരു വലിയ പാർട്ടി തീരുമാനിക്കുമ്പോൾ, നേരത്തെ ജയശങ്കർ വളരെ സർക്കാസ്റ്റിക്കായി പറഞ്ഞ കാര്യം വളരെ ശരിയല്ലേ? ഈ പാർട്ടി കേരളത്തിലും തകർന്ന് പൊടിഞ്ഞു പോകാൻ പോവുകയാണ്. ഈ പറയുന്ന ഇന്ന് വന്നിരിക്കുന്ന ഈ 600 മനുഷ്യന്മാർ എന്ത് ആത്മപുച്ഛത്തോടെ, എന്ത് ആത്മനിന്ദയോടെ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്യുക. സഖാവ് അപ്പൂട്ടൻ പള്ളിക്കുന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ദീർഘകാലം ഇതിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്. അദ്ദേഹം ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് ഇരിക്കുന്ന കാലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അദ്ദേഹത്തിന് എന്ത് തോന്നും? ഇതാണ് ഈ പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ള ഒടുവിലത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് വാസ്തവത്തിൽ ഇന്ന് ചിരിക്കുന്നയാൾ VS അച്യുതാനന്ദനായിരിക്കും. ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതിൻ്റെ സെക്രട്ടറി, പിന്നെ ഇവര് പറയുന്നത് കേട്ട് വാളെടുക്കുന്ന സുധാകരനെ പോലുള്ള വെളിച്ചപ്പാടന്മാര്, ഇവരെല്ലാം കൂടി എത്ര ഉറഞ്ഞു തുള്ളിയാലും, അത് മാത്രമല്ല നേരത്തെ കിട്ടിയ ചില വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ VS അച്യുതാനന്ദനെതിരെയുള്ള കുറ്റപത്രത്തിനൊരു വലിയ കൗതുകകരമായ ഒരു സമാന്തരമുണ്ട്. 52 കുറ്റാരോപണങ്ങൾ VS അച്യുതാനന്ദന്റെ പേരിൽ റിപ്പോർട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് പക എന്ന് പറയാ. TP ചന്ദ്രശേഖരന്റെ ശരീരത്തിലുള്ള നിങ്ങളൊക്കെ എത്രയോ കാലം റിപ്പോർട്ട് ചെയ്ത മുറിവുകളുടെ എണ്ണമാണ് 52. ഇത്രയാണ് പകയുടെ നിലവാരം. അപ്പൊ ചന്ദ്രശേഖരനെ കൊന്നത് ആരാണ് എന്ന കാര്യത്തിൽ വേറെ തെളിവിന്റെ ആവശ്യമില്ല. പകയുടെ VS അച്യുതാനന്ദന്റെ പഴയ അനുയായി കരുതപ്പെട്ട ചന്ദ്രശേഖരന്റെ ശരീരത്തിലെ വെട്ടിന്റെ എണ്ണം കണക്കാക്കിയിട്ട് റിപ്പോർട്ടിൽ അച്യുതാനന്ദനെതിരായിട്ട് ആരോപണം തികക്കാനായിരിക്കും 10 സമ്മേളനം, പഴയ അനേകം സമ്മേളന കാലങ്ങളിൽ അച്യുതാനന്ദൻ ചെയ്ത തെറ്റുകളൊക്കെ പുതിയ റിപ്പോർട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ശ്രീ KM ഷാജഹാൻ, ഈ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായ ആത്മക്ഷോഭത്തിൽ നിന്നാകാം VS അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു കത്തെഴുതുകയും അത് പത്രത്തിൽ വരുത്തുകയും ചെയ്തത്. VS അച്യുതാനന്ദൻ്റെ ഇന്നത്തെ ശരീരഭാഷ താങ്കളും ശ്രദ്ധിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ മുഖം മലപ്പുറം സമ്മേളനം തോറ്റതിന് ശേഷം കോട്ടക്കുന്നിൽ വന്ന് പ്രസംഗിച്ചപ്പോഴോ ശംഖുമുഖത്തെ നവകേരള മാർച്ചിൻ്റെ വേദിയിൽ ഇരുന്നപ്പോഴോ ഉള്ളതിനേക്കാൾ കടുത്തിരുന്നു. അത്ര വലിയ ക്ഷോഭം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ്റെ ശരീരഭാഷ, പാർട്ടിക്ക് അദ്ദേഹത്തോടുള്ള നിലപാട്, ഇവ രണ്ടും വരും ദിവസങ്ങളിൽ എന്ത് തരത്തിലാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്? അഭിലാഷ്, അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അഭിലാഷ് പറഞ്ഞതുപോലെ VS അച്യുതാനന്ദന്റെ ശരീരഭാഷ വളരെ കടുത്തതായിരുന്നു. പക്ഷേ ആ കടുത്തതായിരുന്നുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വളരെ മൈൽഡ് ആവുകയും അദ്ദേഹം ഒന്നും സംഭവിക്കാത്ത നിലയിൽ കോടിയേരി ബാലകൃഷ്ണനുമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കോടിയേരി ബാലകൃഷ്ണൻ അതിനുശേഷം നടത്തിയിട്ടുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. അപ്പം ഇങ്ങനെ വലിയ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് സെറ്റിൽ ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഇത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ഒരു പൊട്ടിത്തെറി വരെ വളരെ ശാന്തമായി VS അച്യുതാനന്ദൻ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ആണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അങ്ങനെ ഒരു ഡീൽ ഉണ്ടായി കഴിഞ്ഞതുമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൽ ഒറ്റക്കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഇതൊക്കെ ഒരു മൂല്യാധിഷ്ഠിതമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ VS അച്യുതാനന്ദൻ CPM-നകത്ത് നിന്ന് അഭിലാഷ് ഇത് ചെയ്യുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല. ഒരാളെയും VS അച്യുതാനന്ദനെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. പിണറായി വിജയൻ TP ചന്ദ്രശേഖരന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുണ്ട് എന്ന് VS അച്യുതാനന്ദൻ പറയണമെങ്കിൽ അത് പറയുന്നതിന് 1 മിനിറ്റ് മുമ്പെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ CPM-മായി സലാം പറഞ്ഞിട്ട് വേണമായിരുന്നു VS അച്യുതാനന്ദൻ ഇത് ചെയ്യേണ്ടിയിരുന്നത്.
അത് വി എസ് അച്യുതാനന്ദൻ ചെയ്യുന്നില്ല. ഓരോ തവണ വി എസ് അച്യുതാനന്ദൻ പൊട്ടിത്തെറിക്കുന്നു. ആ പൊട്ടിത്തെറിച്ചതിന് ശേഷം വി എസ് അച്യുതാനന്ദൻ ശാന്തമാകുന്നു. ഒരു കടലിൽ സുനാമി ഉണ്ടാകുന്ന കടൽ തന്നെ വീണ്ടും ശാന്തമാകുന്നത് പോലെ തന്നെ അച്യുതാനന്ദൻ ഒരു സുപ്രഭാതത്തിൽ സുനാമിയാകുമ്പോൾ വേറൊരു സുപ്രഭാതത്തിൽ ശാന്തനാകുന്നത് നമ്മൾ കാണുന്നു. ഇന്നലെയോ മിനിഞ്ഞാന്നോ സുനാമിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഇന്ന് ക്രമേണ ശാന്തനായി മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പൊട്ടിത്തെറിയും ശാന്തതയുമായി ഈ പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും തമ്മിൽ സ്നേഹിച്ചും കലഹിച്ചും ഇനിയും മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നാണ് എൻ്റെ സാമാന്യ ബുദ്ധിയിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ 2 ചുവട് പിന്നോട്ട് വയ്ക്കാറുണ്ട് വി എസ് അച്യുതാനന്ദൻ. ഇതേ വി എസ് അച്യുതാനന്ദനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കെ സി രാമചന്ദ്രനെ പുറത്താക്കിയതോടുകൂടി ടി പി വധത്തിൽ പാർട്ടി അതിൻ്റെ കടമ നിറവേറ്റി ആർജവം കാണിച്ചു എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് പരസ്യപ്പെടുത്തിയിരിക്കുന്നതും. ഈ വിഷയങ്ങളൊക്കെ ശ്രീ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ സെറ്റിൽ ചെയ്ത് ഒരുമിച്ച് പോകാൻ തന്നെയാണോ വഴി? അല്ല, ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇത്ര വലിയ 40 പേജുള്ള ഒരു കുറ്റപത്രം അച്ചടിച്ച് സംസ്ഥാന സമ്മേളനത്തിൽ കൊടുത്തതിന് ശേഷം പിണറായി വിജയൻ കൂടി അംഗമായിട്ടുള്ള പോളിറ്റ് ബ്യൂറോയ്ക്ക് എന്താ ചെയ്യാൻ കഴിയുക? വി എസ് അച്യുതാനന്ദനെ പുറത്താക്കണം, അല്ലേ? അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഇതുവരെ ചെയ്ത എല്ലാ പാതകങ്ങളും പരിഗണിച്ച് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമോ? അത് നടക്കുന്നുണ്ടോ? എങ്കിൽ നടക്കട്ടെ. അതൊരിക്കലും നടക്കില്ല. കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ വേറൊരു സാധനം വേണം. അതെന്താണെന്നറിയോ? ആത്മധൈര്യം വേണം. അതാണ് ഇവർക്കില്ലാത്തത്. ഈ ഭീരുത്വം കൊണ്ടാണ് ഇതുപോലെ ഒരു റിപ്പോർട്ട് എഴുതി വെച്ച് അദ്ദേഹം ചാരിതാർത്ഥ്യരായിട്ട് 600 പ്രതിനിധികൾക്ക് ഇത് വിളമ്പി കോഴി ബിരിയാണിയുടെ ഒപ്പം പാർട്ടി സഖാക്കൾക്ക് കഴിക്കാൻ തൊടുകറിയായിട്ട് വി എസിനെതിരായിട്ടുള്ള കുറ്റപത്രം. ഇതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും ഈ വിജയന്? ഒന്നും ചെയ്യാൻ പറ്റില്ല. മലപ്പുറം സമ്മേളനം കഴിഞ്ഞില്ലേ, കോട്ടയം സമ്മേളനം കഴിഞ്ഞില്ലേ, അന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ പ്രസക്തമാണ്. എന്തറിയോ? ഇത് CPM-ൻ്റെ സംസ്ഥാന സമ്മേളനമാണ്, അല്ലാണ്ട് ഉഷ ഉതുപ്പിൻ്റെ ഗാനമേളയല്ല. സത്യത്തിൽ നമുക്കിപ്പോൾ സംശയം തോന്നുന്നത് ഇത് ഉഷ ഉതുപ്പിൻ്റെ ഗാനമേളയാണോ, അതോ കോട്ടയം നസീറിൻ്റെ മിമിക്സ് പരേഡാണോ, അതോ അതുപോലെ വേറെ എന്തെങ്കിലും കലാപരിപാടിയാണോ, അതോ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം തന്നെയാണോ? സത്യത്തിൽ അതില്ലേ സംശയം? ഇന്ന് കാലത്ത് കൊടുത്ത റിപ്പോർട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് TV യിൽ വന്നില്ലേ? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം? ഇതാണോ സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട്? ഇതിനെന്ത് വിലയുള്ളത്? ഈ 600 പേരിൽ ഏത് യൂദാസാണ് ഇത് പുറത്തു കൊടുത്തത്? ഇത് ചില്ലറക്കാരൊന്നുമല്ലല്ലോ അവിടെ ഇരിക്കുന്നത്, ചെറിയ ആൾക്കാരാണോ? പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന പ്രതികളാണ് 600 പേര്. അല്ലെങ്കിൽ അതിന് വി എസ് അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോ കൊടുത്ത എങ്ങനെ മനോരമയിൽ വന്ന് എന്ന് ചോദിച്ച പോലെ അല്ലേ? ഇതാര് ചോർത്തി? എങ്ങനെ ചോർന്നു? ചില പ്രസീത് എടുത്തായിരിക്കുമോ? എങ്കിൽ ആ പ്രസ്സുകാരനെ വിചാരണയുണ്ട്. വാട്ടർ ഗേറ്റ് സംഭവം എന്താ ഇത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വലിയ വിപ്ലവ പാർട്ടിയല്ലേ? അതിൻ്റെ റിപ്പോർട്ട് ഇതാ മിനിറ്റ് വെച്ച് ഇരുന്ന കലത്തോടുകൂടി ഇവിടെ വിളമ്പിയിരിക്കുകയാണ്. ഇതല്ലേ പാർട്ടിയുടെ സമ്മേളനം? ഈ പാർട്ടിക്ക് എന്ത് സീരിയസ്നെസ്സാണ് ഉള്ളത്? എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടി? എന്താ ഇതിൻ്റെ ആവശ്യം? ഉഷ ഉതുപ്പ് ആ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. റൈറ്റ്. ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, നാളെ രാവിലെ മുതൽ പൊതുചർച്ച ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇഴകീറി പരിശോധിക്കണം, വന്ന പാളിച്ചകൾ സ്വയം വിമർശനപരമായി പറയണം, നേതൃത്വത്തെ വിമർശിക്കണം. അങ്ങനെ ആരോഗ്യപരമായ ഒരു ഉൾപാർട്ടി ജനാധിപത്യ പ്രക്രിയയാണ് ലക്ഷ്യം വെക്കുന്നത്. അത് ഇപ്പോൾ റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. അത് നാളെ മുതൽ വരുന്ന 2 ദിവസം നടക്കും എന്ന് കരുതാമോ? ഈ അജണ്ടകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാക്കുകൾക്കും പദങ്ങൾക്കും ഒന്നും യാതൊരു അർത്ഥവുമില്ല. ഇവിടെ പാർട്ടിയുടെ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടുകൾക്ക് പകരം പിണറായി വിജയൻ്റെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തന റിപ്പോർട്ടാണ് ഇപ്പോൾ സമൂഹത്തിന് മൊത്തത്തിൽ വിതരണം ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് ഇത് രാഷ്ട്രീയമായിട്ട് നമ്മൾ ഇതിനെ പരിഹാസത്തോടു കൂടി അല്ലാതെ അല്പം കൂടി രാഷ്ട്രീയമായി ഇതിനെ നോക്കിക്കാണുകയാണെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇപ്പോൾ ഇന്ന് സ്വാഗത ചെയർമാൻ ആലപ്പുഴയിൽ പറഞ്ഞതുപോലെ ഈ ആലപ്പുഴയിലെ ഈ സമ്മേളനത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതിൻ്റെ ചരിത്രം അദ്ദേഹം വിശദീകരിച്ചു. കാരണം 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ CPIM-ൻ്റെ 1ാമത്തെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിലാണ് നടന്നത്. അവിടെ രണ്ടാമതും ഇത് 50 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. രണ്ടാമതല്ല, 3ാമത് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ചരിത്രം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്, EMS സ്ഥാപിച്ച EMS അടക്കം 4 പേർ ചേർന്ന് രൂപം കൊടുത്ത കേരളത്തിലെ പാർട്ടിക്ക് ഇപ്പോൾ ഇതിൽ പറയുന്ന 52 കുറ്റപത്രങ്ങളും 52 TPയുടെ വെട്ടും എന്ന് പറഞ്ഞതുപോലെ തന്നെ 50 വർഷമായി, 51ാമത്തെ വർഷമായി. അപ്പോൾ ചെയ്യേണ്ടത് EMS പറയുമായിരുന്നു, ഗാന്ധിജി
കോൺഗ്രസ് പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടു. അതുപോലെ ഈ കോൺഗ്രസിനെ ഒന്ന് പിരിച്ചുവിടണം, അത് ഇനി സംഘടനയായതിന് തുടരാൻ അർഹതയില്ല എന്ന് EMS ആവർത്തിച്ച് പറയുമായിരുന്നു. അതുപോലെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി നമ്മുടെ കോൺഗ്രസ് നേതാവായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനെ പറ്റി പറയുമായിരുന്നു, അവിടെ ഇരുന്ന് നാറി നാറി നശിച്ച് ഇറങ്ങിപ്പോകട്ടെ എന്ന്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ 50ാം ചരിത്ര സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് EMSന്റെ പുസ്തകം വായിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPMൽ വന്ന ആളാണ് നമ്മുടെ പ്രകാശ് കാരാട്ട്. എങ്കിൽ EMSനോടുള്ള ആ ബഹുമാനം വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടത് ഈ കേരളത്തിലെ പാർട്ടി ഘടകത്തെ പിരിച്ചയക്കുകയോ അല്ലെങ്കിൽ തൻ്റെ അഖിലേന്ത്യാ പാർട്ടിയെ തന്നെ പിരിച്ചുവിടുകയോ ആണ് ചെയ്യേണ്ടത്. കാരണം അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അതൊരു ബൂർഷ്വാ പാർട്ടിയാണ്. ഇതിനെ ഇന്ത്യയിലെ ജനങ്ങൾ തിരസ്കരിക്കും. ഇത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ വല്ല വിശ്വാസവും ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ സമ്മേളനത്തോടു കൂടി അവസാനിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ശ്രീ KC ഉമേഷ് ബാബു, അണികളിലെ ആശയക്കുഴപ്പം നീക്കാനാണ് ഇന്നലത്തെ പ്രമേയം എന്ന് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിക്കുകയുണ്ടായി. VS അച്യുതാനന്ദൻ പാർട്ടി വിരുദ്ധന്റെ മനോനിലയിലേക്ക് തരം താണിരിക്കുന്നു എന്ന് പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചത് അണികൾക്കുള്ള ആശയക്കുഴപ്പം നീക്കാനാണ്. ഇന്നിപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധി സഖാക്കൾക്കായി പാർട്ടി ആശയവ്യക്തത വരുത്തിയിരിക്കുന്നു. ഇനി ഈ സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടിംഗ് താഴെത്തട്ടിലേക്ക് നടത്തുമ്പോൾ മുഴുവൻ പാർട്ടി കേഡർമാർക്കും എന്താണ് പാർട്ടി ഇക്കാര്യത്തിൽ കാണുന്നത് എന്നതിൻ്റെ പൂർണ്ണ ചിത്രം ലഭിക്കും. VS അച്യുതാനന്ദൻ എല്ലാ അർത്ഥത്തിലും അപ്രസക്തനായി കഴിഞ്ഞില്ലേ CPIMൽ? അല്ല, എനിക്കത് തിരിച്ചു പറയാനാണ് തോന്നുന്നത്. കാരണം VS അച്യുതാനന്ദൻ എല്ലാ തരത്തിലും പ്രസക്തനായി തീരുകയല്ലേ ഈ പാർട്ടിയിൽ. കാരണം ഈ പാർട്ടിക്ക് ഒരൊറ്റ അജണ്ടയല്ലേ ഉള്ളൂ അഭിലാഷേ. ഞാൻ സാധാരണ ഏകർമാരായിട്ടുള്ള സ്നേഹിതന്മാരെ ആ പേര് പറഞ്ഞ് വിളിക്കാറില്ല. നമ്മൾ കേരളത്തിലെ മനുഷ്യരെ അഭിസംബോധന ചെയ്യുക ഈ ചർച്ചയുടെ ഭാഗമായിട്ട്. ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനെ ശരിപ്പെടുത്തുക എന്നുള്ളൊരു അജണ്ടക്ക് വേണ്ടിയിട്ട് ഈ പാർട്ടി 600 പ്രതിനിധികളെ കൊണ്ടുപോയി ഒരു സംസ്ഥാന സമ്മേളനം നടത്തുന്നതിന്റെ 2 ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത്. ആദ്യ ഘട്ടം ഒരു സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ മുഴുവൻ ആളോടും പറഞ്ഞു. പത്രക്കാരോട് പറയാന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളോടും പറയാന്നാണല്ലോ. ഇപ്പോഴും അതിന്റെ ഇന്ന് വൈകുന്നേരം അതിൽ പോളിറ്റ് ബ്യൂറോ, കേരളക്കാരനായ പോളിറ്റ് ബ്യൂറോ എന്നൊരു വ്യക്തത വരുത്തി. എന്താ വ്യക്തത? അത് അരാജകത്വം ഉണ്ടാകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയാൻ സെക്രട്ടറിക്ക് അവകാശമുണ്ട്, അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോഴോ അതിന്റെ 2ാം ഘട്ടത്തിൽ ഈ സമ്മേളനത്തിന്റെ റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ട് തന്നെ കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കുമായിട്ട് വിതരണം ചെയ്തു കഴിഞ്ഞു. അപ്പോ അതെന്തിനാ കൊടുത്തിരിക്കുന്നത്? അത് ഇക്കാര്യത്തിൽ VS അച്യുതാനന്ദൻ എന്തുമാത്രം കുറ്റവാളിയാണെന്ന കാര്യത്തില് ഇന്നലത്തെ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന കൊണ്ട് ആളുകൾക്കൊന്നും വേണ്ടത്ര, മലയാളികൾക്ക് വേണ്ടത്ര ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ട് അത് അവതരിപ്പിച്ചതിന്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ മലയാളികളും വായിച്ചു മനസ്സിലാക്കി, അതിന്റെ ഉള്ളടക്കം ഇതിനകം ചാനലുകൾ വഴിക്ക് മനസ്സിലാക്കി അച്യുതാനന്ദൻ ഇത്രയധികം കുറ്റവാളിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും മലയാളികൾക്ക് ഇനി അവശേഷിക്കാൻ പാടില്ല എന്ന പുതിയ ഒരു അരാജകത്വ ഇല്ലായ്മ ഉണ്ടാക്കുന്ന പണിയും കൂടി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനാണ് CPMൽ ഏറ്റവും പ്രസക്തനായിട്ട് ഇപ്പൊ നിൽക്കുന്നത്. വിശദമാക്കി കഴിഞ്ഞു താങ്കൾ, ദയവായി തുടരുക. VS അച്യുതാനന്ദന്റെ കുറ്റപത്രമായി CPIMന്റെ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടർ TVക്ക് ലഭിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്. സഹിൻ, വളരെ വലിയ കുറ്റങ്ങളുടെ ഒരു പട്ടിക തന്നെ സമ്മേളന റിപ്പോർട്ട് നിരത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് VSന് എതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ? സഹിൻ, വായിക്കാം. അഭിലാഷ്, VSനെതിരെ കടുത്ത വിമർശനങ്ങളാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. 162 മുതൽ 202 വരെയുള്ള പേജുകളാണ് VSനെതിരെയുള്ള വിമർശനമായി ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും P കരുണാകരൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളാണ് VSനെതിരെ വന്നിരിക്കുന്നത്. അതായത് ദല്ലാൽ നന്ദകുമാറുമായി VSന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് കാണേണ്ടിയിരിക്കുന്നു. രാജേന്ദ്രൻ VSനെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല സ്റ്റേറ്റ് കമ്മിറ്റി കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നതാണ്. പാർട്ടി സമ്മേളനം
ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിഭാഗീയത അഴിച്ചുവിടാൻ വി എസ് തീരുമാനിച്ചിരുന്നു. മാത്രമല്ല ലാവ്ലിൻ കേസിൽ പിണറായി 8ാം പ്രതി എന്ന് വി എസ് പറഞ്ഞിരിക്കുന്നു. പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കളിപ്പാവയായി വി എസ് മാറി. കൂടാതെ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ കൂടംകുളത്ത് പോയത്. ഈ കൂടംകുളത്ത് യാത്ര പോയപ്പോഴും പാർട്ടി ജനറൽ സെക്രട്ടറി വി എസിനെ നേരിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഒരു യാത്ര വി എസ് നടത്തരുതെന്ന്. എന്നാൽ പാർട്ടി ജനറൽ സെക്രട്ടറിയെ ധിക്കരിച്ച വി എസ് ഒരു ഡിവൈഎസ്പി പറഞ്ഞപ്പോൾ ഈ യാത്ര ഉപേക്ഷിച്ച് മടങ്ങിപ്പോരുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല കൂടാതെ കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിലെ പ്രതിയുമായി വി എസിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. TP കേസിലെ പ്രതികളെ ഫോൺ വിളിച്ചത് വി എസ് ഒരു ആയുധമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. UDF-ന് വെള്ളപൂശാൻ വി എസ് ശ്രമിച്ചു. കൊല്ലത്ത് RSPക്ക് അതേപോലെ തന്നെ കൊല്ലത്ത് RSPയുടെ വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. RSPക്ക് ആകെ 20,000 വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് വലിയ രീതിയിൽ തന്നെ അവർക്ക് വോട്ട് നേടാൻ കഴിഞ്ഞു. താഴെത്തട്ട് മുതൽ ഗൗരവകരമായ രീതിയിലായിരുന്നില്ല അവിടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പിന്നെ കേരളത്തിലെ ഒരു വിഭാഗം വോട്ടർമാരെ BJP തങ്ങളിലേക്ക് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഇതിന് BJP നടത്തിയ ശ്രമം വലിയ രീതിയിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് സമ്മേളന റിപ്പോർട്ടിൽ ജയശങ്കർ ഒന്ന് വി എസ് അച്യുതാനന്ദൻ ഗൂഢാലോചന നടത്തിയാണ് ഒഞ്ചിയത്ത് KK രമയെ സന്ദർശിക്കാൻ പോയത് എന്നൊരു വാചകം കൂടി ഈ സമ്മേളന റിപ്പോർട്ടിലുണ്ട്. വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ഒരാളാണ് എന്ന് സ്ഥാപിച്ചിരിക്കുന്നു പാർട്ടി ഈ സമ്മേളനത്തിൽ. അല്ല, ഇന്നത്തെ ദിവസം പിണറായി വിജയൻ എഴുതുന്ന റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളും എഴുതുമല്ലോ. ഇപ്പോൾ TCS-ൻ്റെ കാര്യം, ഡാറ്റാ സെൻറ്ററിൻ്റെ കാര്യം. ഇപ്പോൾ ഡാറ്റാ സെൻറ്ററിൻ്റെ കാര്യം CBI അന്വേഷിച്ചിട്ട് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് CBI അന്വേഷിച്ചു, എന്നിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ വിജയൻ അന്വേഷിച്ചപ്പോൾ അതിലൊക്കെ ഒരുപാട് തുമ്പ് കിട്ടി. അപ്പോൾ ഒഞ്ചിയത്ത് പോയാലും തുമ്പ് കിട്ടി. ഈ ഒഞ്ചിയത്ത് സംഭവം ഉണ്ടായപ്പോൾ ആദ്യം പിണറായി വിജയൻ കൂട്ടരും പറഞ്ഞത് PC ജോർജാണ് TP ചന്ദ്രശേഖരനെ കൊല്ലിച്ചതെന്നാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് ചെയ്തത്. ഏറ്റവും അവസാനം പാർട്ടി നടത്തിയ ഗംഭീരമായ ഗസ്റ്റപ്പോ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കുന്നുമ്മക്കര രാമചന്ദ്രൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു സാധാരണ മെമ്പർ വാടക ഗുണ്ടകളെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് കൊല്ലിച്ചു എന്നാണ്. ഇങ്ങനെ പാർട്ടിക്ക് പലതരത്തിലുള്ള കണ്ടുപിടുത്തലുകൾ നടത്താൻ കഴിയും. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. പാർട്ടിക്കാരെ പോലെ കിഴങ്ങന്മാരായിരിക്കണം ബാക്കിയുള്ളവരും. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കും. അവിടെയല്ലേ പ്രശ്നം. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ MM ലോറൻസ്, ശ്രീ KM ഷാജഹാൻ, ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, ശ്രീ ആസാദ്, ശ്രീ KC ഉമേഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.